ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ബ്രദർ സോണി മാത്യു അവറുകൾ നമ്മളോട് മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പഴയ കാലത്ത് ഉള്ള ഒരു വിശ്വാസി കുടുംബമാണ്. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴെല്ലാവരും ഡെയിലി ഇവരെ കാണാറുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസനൊക്കെ ഇപ്പോൾ അവിടുന്ന് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. താനിപ്പോൾ ജോലിയോടുള്ള ബന്ധത്തിൽ ബാംഗ്ലൂരിലായിരിക്കുന്നു. തന്നെയും തൻ്റെ സഹധർമ്മിണിയെ 2 കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. തന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം താൻ ശുശ്രൂഷിക്കുന്ന നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഹൃദയപൂർവ്വം ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നു. ഈ പ്രയർ ലൈനിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക സുനിൽ പാസ്റ്ററിനെ വളരെ നാളുകൾ താൻ പറഞ്ഞ പോലെ ചെറുപ്പം പോലെ അറിയാവുന്നവരാണ്. ബാക്കി മിക്കവാറും എല്ലാവരും തന്നെ എന്നെ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാം ഭൂരിഭാഗവും. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നു ഈ സൂം മീറ്റിങ്ങിൽ. വർഷങ്ങളായി, ഏറെക്കുറെ ഒരു 18-19 വർഷങ്ങളായിട്ട് ബാംഗ്ലൂരിലാണ്. ജോലിയോടുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന സമയമൊക്കെ കർത്താവിൻ്റെ അവസരങ്ങൾ ലഭിക്കുമ്പോഴൊക്കെ വചനം ശുശ്രൂഷിക്കാൻ കിട്ടുന്ന സമയങ്ങൾ ചെലവഴിക്കാറുണ്ട്. ശുശ്രൂഷ കൈത്താങ്ങൽ കൊടുക്കാറുണ്ട്. പിന്നെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ജനിച്ചു വളർന്ന ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അതിനപ്പുറമായി ദൈവത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസ്നേഹം അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. പ്രത്യേക ബാംഗ്ലൂരിൽ ദൈവം നടത്തിയ വഴികൾ അതൊക്കെ വിശദീകരിക്കാനുള്ള പ്രത്യേക സമയമില്ല. ദൈവം ഒരു ആലോചന തന്നിട്ടുണ്ട്, അത് അറിയിക്കാനാണ് ഞാൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ അവൻ്റെ കരുണയല്ലാതെ ഒന്നും പറയാനില്ല. 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം പറയുന്ന പ്രകാരം യഹോവ ഇടയനാകുന്നു. അപ്പോൾ ഇടയനാവുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹവും കരുണയും അനുഭവിച്ച് ഇത്രത്തോളം എത്തുവാൻ ദൈവം ഉയർത്തുകയും മാനിക്കുകയും ചെയ്തു. ചെറിയൊരു ജോലിയായിട്ട് ബാംഗ്ലൂരിൽ കടന്നു വന്നു. വളരെ നിസ്സാരമായ ഒരു സാഹചര്യത്തിൽ, വളരെ മോശം സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അവിടുന്ന് ദൈവം 10-15 വർഷങ്ങൾക്ക് അപ്പുറത്ത് വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ വിധമായ അവൻ്റെ കരുണ അനുഭവിക്കാൻ ദൈവം ഇടയാക്കി തീർത്തു എന്ന് മാത്രമേ പറയാനുള്ളൂ. ദൈവം നമ്മളെ ഓരോരുത്തരെയും നടത്തുന്നു. ഓരോരുത്തർക്കും ഓരോ സാക്ഷ്യങ്ങൾ പറയാനുണ്ടാവും. അതുപോലെ ദൈവം എന്നെയും നടത്തി ഇത്രത്തോളം അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞ പോലെ 23-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആ വചനമാണ് എപ്പോഴും ധൈര്യപ്പെടുത്തുന്നത്. ആ വചനം ജീവിതത്തിൽ വളരെയധികം ആശ്വാസമായി തീർന്നു, ഇത്രത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു ചിന്തയ്ക്കായി ചെറിയ അല്പം സമയമുള്ളല്ലോ. അപ്പോൾ ആ ചെറിയ സമയത്തിനുള്ളിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു തിരുവചനമാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ വിശ്വാസികളും പാസ്റ്റേഴ്സും ആകുന്നുകൊണ്ട് വളരെ അതിൻ്റെ ചരിത്രമെല്ലാം നമുക്കറിയാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ മാളിക മുറിയിൽ കൂടിയിരുന്നവരുടെ മധ്യേ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, അത് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ. അത് അവിടെ കൂടിയിരുന്ന ആ വ്യക്തികളുടെ നാവുകളെ തൊട്ടു. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാനിടയായി തീർന്നു. പിന്നീടുള്ള ചരിത്രമെല്ലാം നമുക്കറിയാം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അപ്പോസ്തലന്മാരിലൂടെ പല സ്ഥലങ്ങളിൽ അയച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെയും ചെയ്തെടുക്കുന്നതിന് മുമ്പായി അവരെ നാവുകളെ തൊട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരെ പ്രാപിച്ചുകൊണ്ടാണ് അവരുടെ മിഷണറി യാത്രകളും പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത്. അപ്പോൾ അവിടുന്ന് മനസ്സിലാക്കുന്നത്, ദൈവം തൻ്റെ പ്രവൃത്തികൾ, അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും പുതിയ നിയമസഭയ്ക്ക് വേണ്ടി, അതായത് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ട്
അതിൻ്റെ പൂർണ്ണമായ ആ ഒരു എക്സലൻസിയിൽ അത് നടക്കേണ്ടതിനായിട്ട്, പൂർണ്ണമായ ഒരു ദൈവപ്രവൃത്തി നടക്കേണ്ടതിനായി അവരെ ഒരുക്കിയെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് നാം അവിടെ കാണുവാനിടയായിത്തീരുന്നത്. അപ്പോൾ പൗലോസ് തന്നെ പല മിഷണറി യാത്ര, 3ഓളം മിഷണറി യാത്രകൾ താൻ നടത്തി. ആ മിഷണറി യാത്രകളിലൊക്കെയും പലവിധമായ അത്ഭുതങ്ങളും അടയാളങ്ങളും, അതുകൂടാതെ താൻ മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ, കല്ലേറിനാൽ മരിച്ചുപോയ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാവും, എന്നാൽ അവിടെ നിന്നും താൻ ഉയർത്തെഴുന്നേറ്റതും, അങ്ങനെ പൗലോസ് മാത്രമല്ല പത്രോസിന്റെ പ്രവർത്തികളിലും തൻ്റെ സുവിശേഷ യാത്രകളിലും അവരൊക്കെയും നടത്തിയ അത്ഭുത പ്രവർത്തികളുടെയും ഒക്കെയും തൊട്ടു മുമ്പായിട്ട് അവരെ എഡിഫൈ ചെയ്ത, അല്ലെങ്കിൽ അവരെ ആ ഒരു വലിയ അപ്പോസ്തല പ്രവർത്തികൾക്കായിട്ട് അവരെ മാറ്റിയെടുത്ത ആ ഒരു ദൈവപ്രതിക്കായി അവരെ രൂപാന്തരപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പായി അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ മേൽ അത് പതിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നാവുകളെ ദൈവത്തിന് തൊടുവാൻ ആഗ്രഹിച്ചാൽ, ദൈവം എന്തുകൊണ്ടാണ് ഈ നാവുകളെ തന്നെ തൊട്ട് അവരെ ആ ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടി അവർ ഒരുക്കുന്നതിന് മുമ്പായി പരിശുദ്ധാത്മാവ് അവരുടെ നാവുകളുടെ കൺട്രോൾ, അവരുടെ ആ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ദൈവത്തിന് എന്തുകൊണ്ടാണ് താല്പര്യം തോന്നിയത്? പിന്നെ അന്യഭാഷകൾ, പലവിധമായ ഭാഷകൾ വലിയൊരു സബ്ജക്റ്റാണ്, നമുക്ക് അത്രത്തോളം പറയാൻ കഴിയില്ല, എനിക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിലും ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദ്യം എന്തുകൊണ്ട് നാവിനെ തൊട്ടുവെന്നു? അപ്പോൾ നാവിനെ കുറിച്ച് തിരുവചനത്തിൽ പലയിടങ്ങളിലും പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് വചനങ്ങളിൽ എന്നെ ആകർഷിച്ച ഒന്ന് രണ്ട് വചനങ്ങളുള്ളത് സദൃശ്യവാക്യം 18:21 പറയുന്നു, മരണത്തിന്റെയും ജീവന്റെയും അധികാരം നാവിലാണ് ഇരിക്കുന്നത്. 18:21, ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ്. മരണവും ജീവനും അതിന്റെ അധികാരം ഇരിക്കുന്നത് നാവിലാണ്. സാധാരണ രീതിയിൽ പോലും നമ്മൾ പറയാറുണ്ട്, നാം പറയുന്ന നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വാക്കുകളൊക്കെയും നമ്മളുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നാം പറയുന്നത് നെഗറ്റീവായ കാര്യങ്ങൾ നാം സംസാരിക്കരുത്, എപ്പോഴും നാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണം. കാരണം ഒരു മനുഷ്യന്റെ അവന്റെ ജീവനെ, അവന്റെ എൻഡ് ടൈം വരെ അവനെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന അവയവമാണ് നാവ് എന്ന് പറയുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ നാവിനെ കുറിച്ച് പറയുന്നത് അത് ഒരു തീയാണ്, കത്തിക്കുന്ന ഒരു തീയാണെന്ന് അതിനെക്കുറിച്ച് പറയുന്നു. പ്രോവർബ്സിൽ തന്നെ, അതായത് സദൃശവാക്യത്തിൽ മറ്റൊരു വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രോവർബ്സ് 21:23 പറയുന്നത് അതിനെ whoever guards his mouth and tongue, മരണവും ജീവനും. 18:21 കൂടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്താലോ? 21:23, പ്രോവർബ്സ് 21:21, whoever guards his mouth and tongue keep his soul from trouble. അതായത് സോളിനെ, ആ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. അപ്പൊ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുവാൻ നാവിന് കഴിയും. അതാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പിന്നെ തന്നെ 23-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ഹി റിസ്റ്റോർസ് മൈ സോൾ. ഇപ്പൊ റെസ്റ്റോർ, സോളിനെ റെസ്റ്റോർ ചെയ്യുന്നു. സദൃശവാക്യത്തിൽ നാം വായിച്ചു, 2 വചനങ്ങൾ വായിച്ചു. 18:21 ഡെത്ത് ആൻഡ് ലൈഫ്, മരണവും ജീവന്റെ അധികാരം നാവിലിരിക്കുന്നു. പിന്നെ ഈ നാവിനെ സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. അപ്പൊ ഈ 2-3 വചനങ്ങൾ ഒന്നിച്ച് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്, അപ്പൊ അധികാരം ഇരിക്കുന്ന ഒരവയവമാണ് നാവ്. അപ്പോസ്തലന്മാരെ ഒരു അധികാരം അധികാരപ്പെടുത്തിയാണ്, അധികാരത്തിന്റെ കീഴിലാണ് അവരെ പല സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അയക്കുന്നത്. അപ്പൊ ആ അധികാരം പ്രസ്താവിക്കുന്നുണ്ട്. തന്റെ നാവിലൂടെ വരുന്ന ദൈവത്തിന്റെ വചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. പല അത്ഭുത പ്രവർത്തികളും വീര്യപ്രവർത്തികളും താങ്കൾ മുഖാന്തരം, ഈ അപ്പോസ്തലന്മാർ മുഖാന്തരം ദൈവം മുൻനിയമിച്ച് അവരെ അയക്കുകയാണ്. അപ്പൊ അതിനു മുമ്പായി ഈ അധികാരം ഇരിക്കുന്ന ആ ഒരു അവയവത്തെ തൊടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ
അഗ്നിജാല പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. എന്താണ് അഗ്നിയെ സൂക്ഷിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമകാലത്ത് ദൈവം അഗ്നിയിലിരുന്ന് അരുളി ചെയ്തു, അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന അഗ്നി ജനത്തിന് ഭയമായിരുന്നു. അതുകൊണ്ട് ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമേ ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു, അല്ലെ മോശയോട് മാത്രം മുൾപടർപ്പിൽ നിന്നുകൊണ്ട് മോശയോട് അരുളി ചെയ്യുന്ന ദൈവം, അല്ലെ ഏലിയാവിന് മാത്രമായിട്ട് ലഭിക്കുന്ന ഒരു പ്രത്യേക ദൈവികമായ ഇടപെടലുകൾ. എന്നാൽ പുതിയ നിമിത്തം നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവം നമ്മുടെ ഉള്ളിൽ വളർന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. ആ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. പഴയ നിയമത്തിൽ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമായിരുന്നു ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ഓരോ വ്യക്തികളിലേക്കും ആ നാവുകൾ, അവിടെ കൂടിയിരുന്ന വ്യക്തികളെ മുഴുവനും, ഒരു വ്യക്തിയെ പോലും വിടാതെ മുഴുവൻ വ്യക്തികളിലേക്കും ആ നാവിന്റെ ഓരോരോ പാർട്ടുകൾ, വലിയ അഗ്നി ആയിരിക്കുന്ന ദൈവത്തിന്റെ ഓരോ ഭാഗമായിട്ട്, അതിന് ഡിവൈഡിങ് ടങ്സ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഡിവൈഡ് ചെയ്ത് അവിടെ എത്ര പേർ കൂടി വന്നിരുന്നു? ഏതാണ്ട് 120 പേര് എന്നാണ് നാം അനുമാനിക്കുന്നത്. അപ്പോൾ അവിടെ കൂടിയിരുന്ന ഒരാളെ പോലും വിടാതെ ഓരോ വ്യക്തിയിലേക്കും ഈ മുഴുവനായ അഗ്നിയാവുന്ന ദൈവം വസിക്കുന്ന അഗ്നിയിൽ വസിക്കുന്നു. അപ്പോൾ കൺസ്യൂമിങ് ഫയർ എന്ന് പഴയ നിയമത്തിൽ നാം കാണുന്നു. അപ്പൊ ആ കൺസ്യൂമിങ് ഫയറിന്റെ ചെറിയ ചെറിയ ഭാഗമായിട്ട് ഓരോ വ്യക്തികളിലേക്കും പതിയുന്ന, അതൊരു നാവ് പോലെ പതിയുന്നു എന്നൊക്കെയാണ് നാം അവിടെ കാണുന്നത്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ്. അപ്പോൾ ഞാൻ പിന്നീട് സദൃശ്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അതിനെ കാക്കുന്ന വ്യക്തികൾ, ആ നാവിനെ കാക്കുന്ന വ്യക്തികൾക്ക് എന്താണ് ലഭിക്കുന്നത്? അവരുടെ പ്രാണൻ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. പ്രാണനെ കഷ്ടങ്ങളിൽ, പ്രാണനിലാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പാർട്ടാണ് സോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സോളിനെ കഷ്ടങ്ങളിൽ നിന്ന് റെസ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ 23-ാം സങ്കീർത്തനത്തിൽ പ്രാണനെ വിടുവിക്കുന്നു, റെസ്റ്റോർ ചെയ്യുക. ഇംഗ്ലീഷിൽ അതിനെ റെസ്റ്റോർ എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ അത് പറയുമ്പോൾ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു റെസ്റ്റോറേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ അത് മിനിസ്ട്രിയിലാകാം, നമ്മുടെ കുടുംബജീവിതത്തിൽ, ആരോഗ്യത്തിൽ, ഏത് മേഖലകളിലും ഒരു റെസ്റ്റോറേഷനാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ളൊരു ഉപാധിയാണ്, അതിൻ്റെ അധികാരം ആ നാവിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ നാവിൽ ദൈവം തൻ്റെ ഭാഷയെ നിറച്ചു കഴിയുമ്പോൾ അത് നമ്മളെ പ്രാണനെ റെസ്റ്റോർ ചെയ്യുന്നു എന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അന്യഭാഷകളാൽ നമ്മുടെ നാവിനെ നിറയ്ക്കുമ്പോൾ നമ്മുടെ എവിടെയൊക്കെയാണ് റെസ്റ്റോറേഷൻ ആവശ്യമാണ്, നാം ദൈവത്തെ കേവലം ആരാധിക്കുന്നത് മാത്രമല്ല, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പ്രാണനെ വിടുവിച്ചെടുക്കുകയും രോഗസൗഖ്യം, അതുകൊണ്ടാണ് അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ അത് രോഗസൗഖ്യത്തിന് കാരണമായി തീരുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെയും നടക്കുന്നതായിട്ട് കാണുന്നത്. വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, അതുകൊണ്ട് അധികം വിശദീകരിക്കാൻ സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. അപ്പോൾ ഈ സോളിലാണ് ഒരു വ്യക്തിയുടെ ചിന്തകൾ, അവന്റെ ഫീലിങ്ങൾ, അവന്റെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം വസിക്കുന്ന ഒരു പ്രദേശമാണ്, അല്ലെ വസിക്കുന്ന ഒരു ഭാഗമാണ് സോൾ എന്ന് പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനൊരു സോൾ നൽകിയാണ്, അല്ലെങ്കിൽ ഒരു പ്രാണൻ നൽകിയാണ് അവനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതോടൊപ്പം തന്നെ ഒരു പ്രാണൻ, അവന്റെ ഇച്ഛാശക്തിക്കുള്ള ഒരു പ്രാണൻ കൂടി അതുണ്ട്. അപ്പൊ ഈ നാവിനെ നാം കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ് പല കാര്യങ്ങളും, അല്ലെങ്കിൽ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഇടയായിത്തീരും. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാനാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിലെ 2-ാം അധ്യായം ദൈവത്തിന്റെ അഭിഷേകം അവിടെ ഇറങ്ങി വന്നപ്പോൾ ആ നാവിനെ തന്നെ ദൈവത്തിന്റെ ആത്മാവിനെ തൊടുവാൻ. കാരണം ഈ നാവിനെ തൊട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അധികാരത്തെ, ഇവനെ അധികാരത്തോടു കൂടി ഇവനെ അയക്കുവാൻ ഇടയായിത്തീരും. പിന്നീടുള്ള ഭാഗങ്ങളെല്ലാം നമുക്കറിയാം. അപ്പൊ ഈ നാവിനെ ട്രെയിൻ ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, നാം നമ്മുടെ നാവിനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, കർത്താവ് പറഞ്ഞ പോലെ വിശ്വസിക്കുന്നവരാൽ, അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവരാൽ ഈ നാവിനെ ഈൽഡ് ചെയ്ത് അതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് വിശ്വസിക്കുന്നവർ ഈ ഭാഷ സംസാരിക്കുമെന്ന് പറയുന്നത്. പലപ്പോഴും നാം ആരാധനയ്ക്ക് കൂടുമ്പോൾ നാം അന്യഭാഷയിൽ നാം സംസാരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അത് നമ്മൾ എത്രത്തോളം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രത്തോളം അതിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്, നാവിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് അതൊരു ഭാഷയാണ്. മാനുഷിക ഭാഷകളും അതിന് അതർ ടങ്സും, അല്ലെങ്കിൽ ഏഞ്ചലിക് ടങ്സ്, പലതരത്തിലുള്ള ടങ്സിനെ കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്.
അപ്പോൾ അതൊരു ഭാഷയെങ്കിൽ ആ ഭാഷ പഠിക്കാൻ നാം അല്പം എഫോർട്ട് എടുക്കണം. ഏതെങ്കിലും ഒരു പുതിയ ലാംഗ്വേജ് നാം പഠിക്കുകയാണെങ്കിൽ, നമുക്കറിയാൻ വയ്യാത്തൊരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രാമർ നാം പഠിക്കും. ഇനി അഥവാ ഗ്രാമർ അത്ര അധികം അറിയത്തില്ലെങ്കിൽ തന്നെ ഒരു വാക്കുകൾ നമുക്കറിയണം. അത്യാവശ്യം കുറച്ച് വാക്കുകൾ അറിയാമെങ്കിൽ നമുക്കിപ്പോൾ നമുക്കറിയപ്പെടാത്തൊരു സ്ഥലത്ത് ചെന്ന് വിടുകയാണ്, ഒട്ടും പരിചയമില്ലാത്ത ഒരു ലാംഗ്വേജാണ്, കുറച്ച് വാക്കുകളെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ ഈ അന്യഭാഷയുടെ വൊക്കാബുലറി അല്ലെങ്കിൽ ഇതിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് പലപ്പോഴും പലരും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ സമയം ചെലവഴിക്കാറില്ല, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാറില്ല. എന്നാൽ അതിന്റെ വലിയ വലിയ സാധ്യതകളുണ്ട്. അതിന്റെ സാധ്യതകൾ, ഏറ്റവും വലിയ സാധ്യതയുടെ തെളിവെന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവരെ ആദ്യമായിട്ട് ഈ നാവുകൾ കൊടുത്ത് അല്ലെങ്കിൽ അന്യഭാഷയിൽ നിറച്ചിട്ടതിന് ശേഷമാണ് എല്ലാ അപ്പോസ്തലന്മാരിലും ഈ അഭിഷേകം ഉണ്ടായിരുന്നു. ആ അഭിഷേകമായിരുന്നു അവരുടെ തുടക്കം. അപ്പൊ അതുകൊണ്ടാണ് അവർ വലിയ പ്രവർത്തിക്കായിട്ട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അവർ പോകുന്നതിന് മുമ്പായി തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകത്താൽ ഇവരെ നിറച്ച് ഈ നാവിൽ ഈ ഭാഷകൾ നൽകിയത്. പിന്നെ ഞാൻ മുമ്പോട്ട് പോട്ടെ. അപ്പോൾ ഈ ഭാഷ പഠിക്കാൻ, ഏത് ഭാഷ പഠിക്കണമെങ്കിലും അതിന്റെ ഒരു വൊക്കാബുലറീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിന്റെ വൊക്കാബുലറി നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇത് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഇതിനെ ട്രെയിൻ ചെയ്യണം. ഒരുപക്ഷെ നമ്മൾ ചില വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അന്യഭാഷ ലഭിച്ചു, എന്നാൽ നാം അതിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നില്ല എങ്കിലും നമുക്ക് അതിന്റെ പുതിയ 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 മേഖലകളിലോട്ട് പോകുവാൻ നമുക്ക് കഴിയില്ല. അവിടെ കൊണ്ട് നാം ഒതുങ്ങി നിൽക്കാറുണ്ട്. ഒരു ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമാണ് നാം അന്യഭാഷയിൽ ആരാധിക്കുന്നത്. നമ്മുടെ പ്രൈവറ്റ് ലൈഫിലും പബ്ലിക് ലൈഫിലും അന്യഭാഷയുടെ ആവശ്യമുണ്ട്. അപ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന പ്രകാരം അവിടെ പറയുന്നു, 4 അധ്യായത്തിൽ വായിക്കുന്നത് ഇതിനെ നമ്മളെ എഡിഫൈ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഹി ഹു സ്പീക്സ് ഇൻ എ ടങ് എഡിഫൈസ് ഹിംസെൽഫ്. തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അതൊരു ഭാഗം, ഒരു വ്യക്തിക്ക് മാത്രം ആത്മീക വർധന വരുത്തുന്ന. എന്നാൽ അതിന്റെ മറുവശം എന്ന് പറയുന്നത് തന്നെ എഡിഫൈ ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു ദൈവദാസനെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിഷണറി ആണെങ്കിൽ, ഒരു ഇവാഞ്ചലിസ്റ്റിനെ ആണെങ്കിൽ, തനിക്കുള്ള തനിക്കുണ്ടാവുന്ന എഡിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീക വർധന, തന്റെ സ്പിരിറ്റ്, സോൾ, ബോഡി, ഈ 3 ഭാഗങ്ങളിലും അതിന്റെ ആത്മീക വർധന വരും. എഡിഫൈ ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനില്, ഒരു ഹ്യൂമൻ ബീയിങ്ങില് അവനിൽ അടങ്ങിയിരിക്കുന്ന പ്രാണൻ അല്ലെങ്കിൽ സ്പിരിറ്റ്, അവന്റെ ശരീരം, ഈ 3 ഭാഗത്തെയും എഡിഫൈ ചെയ്യുന്നതാണ് ഈ പരിശുദ്ധാത്മാന്റെ അഭിഷേകം അല്ലെങ്കിൽ ഈ അന്യഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈൽഡ് ചെയ്ത്, കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് സമർപ്പിച്ച്, താൻ അതിനെ ഏൽപ്പിച്ചു കൊടുത്ത്, തന്റെ നാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നാവിൽ മാത്രമല്ല, തനിക്ക് തന്നെയാണ് ആത്മീക വർധന. തനിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ആത്മാവിനെയും തന്റെ പ്രാണനെയും തന്റെ ശരീരത്തിനെയും. അപ്പൊ ശരീരത്തിന് എങ്ങനെയാണ് ഇതിനകത്ത് ആത്മീക വർധന വരുത്തുന്നത്? അപ്പൊ തന്റെ ഡിസയർ, ലോകത്തിലേക്കുള്ള തന്റെ ഡിസയർ, തന്റെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം അല്ലെങ്കിൽ ഏത് കാലഘട്ടത്താണെങ്കിലും അറിയാം, മനുഷ്യന്റെ ശരീരത്തിലായിരിക്കുമ്പോൾ അവന്റെ ഇച്ഛകളും ശക്തികളും അവന്റെ ആഗ്രഹങ്ങളും ഒക്കെയും അവൻ ആ ശരീരത്തിലിരിക്കുമ്പോൾ ഒരുപക്ഷെ അവന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ അവന്റെ ആത്മീക ജീവിതത്തെ തടയിടുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങളും പ്രയാസങ്ങളൊക്കെയും കടന്നു വരും. നമ്മൾ ആ ശരീരത്തിലായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മെ വിടുവിക്കുവാൻ, നമ്മളെ എഡിഫൈ ചെയ്തെടുക്കുവാൻ ഈ അന്യഭാഷയ്ക്ക് കഴിയുമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പാപചിന്തകളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും ദൈവ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു വ്യക്തിയും, അതിന് ഏത് വ്യക്തിയായിരുന്നാലും ഒരു മനുഷ്യൻ ശരീരത്തിലായിരിക്കുമ്പോൾ ആ ജഡത്തിന്റെ ചിന്തകളൊക്കെയും കടന്നു വരാം. അപ്പോൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, നാം തന്നെ ആത്മീക വർധനയ്ക്ക്, നമ്മുടെ ആത്മീക വർധനയ്ക്ക് കാരണമായിത്തീരുന്ന, നമ്മുടെ ശരീരത്തിന്റെ എഡിഫിക്കേഷന് കാരണമായിത്തീരുന്നു അന്യഭാഷകൾ സംസാരിക്കുന്നത് വഴി. അപ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആ സത്യമതം വലിയൊരു സത്യമാണ്. അന്യഭാഷകൾ നാം നിരന്തരം സംസാരിക്കുക, നമ്മുടെ ഭാഷകളെ കുറച്ചുകൊണ്ട് അന്യഭാഷയാണ് നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ നാം കൂടുതൽ, നമ്മൾ നടക്കുമ്പോഴും പോകുമ്പോഴും നമ്മളായിരിക്കുന്ന ജോലിയിടങ്ങളിലൊക്കെയും നമ്മൾ അന്യഭാഷ കൂടുതലായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ ശാരീരികമായ പാപവഴികളിൽ നിന്ന് നമ്മെ വിടുവിച്ചെടുക്കുമെന്നാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യം. ആത്മീക വർധന വരുത്തും, അത് ശരീരത്തിന്റെ അവസ്ഥ. 2, പ്രാണനെ റെസ്റ്റോർ ചെയ്യുന്നു. അപ്പം ശരീരം മാത്രമല്ല,
വീണ്ടും പ്രാണനെ റെസ്റ്റോർ ചെയ്യുന്നു. അതാണ് സദൃശവാക്യത്തിൽ വായിക്കുന്നത്, ഹൂവർ ഗാഡ്സ് ഹിസ് മൗത്ത്. ആ ടങ്ങിനെ അല്ലെങ്കിൽ ആ നാവിനെ സൂക്ഷിക്കുന്നവൻ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കും. അപ്പോൾ നാവിനെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? അത് പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷകളിലാണ് അത് സൂക്ഷിക്കുന്നതെങ്കിൽ, സാധാരണ രീതിയിൽ തന്നെ നാം ഒരു വ്യക്തി തന്റെ നാവിനെ സൂക്ഷിക്കുമ്പോൾ തന്നെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നുവെങ്കിൽ, അത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ അത് ഏറ്റെടുത്ത് അന്യഭാഷകളിലൂടെ അവൻ ട്രെയിൻ ചെയ്യപ്പെടുക്കുന്ന അങ്ങനെ ഒരു നാവിന്റെ വ്യക്തിയെ എത്രത്തോളം അവന്റെ പ്രാണനെ റെസ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു റെസ്റ്റോറേഷൻ, നമ്മുടെ പ്രാണന്റെ റെസ്റ്റോറേഷൻ അഥവാ സോളിന്റെ റെസ്റ്റോറേഷൻ, അത് അന്യഭാഷകളിലൂടെ ലഭ്യമാകുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു എഡിഫിക്കേഷൻ വളരെ വളരെ അത്യന്താപേക്ഷികമാണ് ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിൽ പോരാടുന്ന ഒരു വ്യക്തിക്ക്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം, വ്യക്തിപരമായി നമുക്കൊക്കെ അറിയാം, നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമ്മുടെ അന്യഭാഷകൾ ഏത് വിധത്തിലാണ് നമ്മെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഒരുപക്ഷെ സഡൻ നമ്മൾ ഉറക്കത്തിലൊക്കെ, എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ചില ആത്മമണ്ഡലത്തിൽ ചില പ്രയാസങ്ങൾ നേരിടുന്ന സമയങ്ങളിൽ ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ച് ഔട്ട് ഓഫ് കൺട്രോളിൽ അന്യഭാഷകൾ കടന്നു വരാറുണ്ട്. ചിലപ്പോൾ നാം അതിൻ്റെ വിശദാംശങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല, എങ്കിലും വളരെ ചുരുക്കമായി പറഞ്ഞോട്ടെ, അന്യഭാഷ എന്ന് പറയുന്നത് കേവലം ആരാധനയ്ക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന മാത്രമല്ല, ആത്മീയ മണ്ഡലങ്ങളിൽ, അതായത് ദൂതന്മാരുടെ ഭാഷകളിൽ, അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിൽ നമ്മോട് എതിർത്ത് നിൽക്കുന്ന ശത്രുവിനെ മനസ്സിലാക്കുവാനും ഒരു വലിയ സഡൻ അറ്റാക്കിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനും ഒക്കെയും നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മീഡിയമാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. ആത്മമണ്ഡലത്തിൽ ശക്തികൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നാം നേരിടുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ദൈവം നമ്മെ എഴുന്നേൽപ്പിച്ച് നാം അന്യഭാഷകളിൽ സംസാരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയട്ടെ. ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, തൻ്റെ മദറിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ചില ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് വേണ്ടി അന്ന് രാത്രിയിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. പക്ഷെ വലിയൊരു അന്ധകാര ശക്തി ഒരു വലയം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഉടനെ ഒരു ഔട്ട് ഓഫ് കൺട്രോളിൽ ഞാൻ എഴുന്നേറ്റു. ഒരു 5-10 മിനിറ്റ് എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് ആ ഭാഷ എനിക്ക് ഒരിക്കലും ഓർക്കാനിടയായി തീർന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ പല പ്രാവശ്യം, അതൊരു അനുഭവമായിരുന്നു, പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങൾ പല മൾട്ടിപ്പിൾ സാഹചര്യങ്ങളിൽ ഉണ്ടാകാനിടയായി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷ മാത്രമല്ല, എന്നാൽ ആത്മമണ്ഡലത്തിൽ ചില ശക്തികൾ പോരാടുന്നെങ്കിൽ, ഒരു പൈശാചിക പ്രശ്നത്തിലായിരിക്കുന്ന, ഒരു രോഗത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഏത് അന്ധകാര ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അതിനോട് ഏത് ഭാഷയിൽ സംസാരിക്കണമെന്ന്. ചിലപ്പോൾ നമ്മൾ സഭയിൽ ആരാധിക്കുമ്പോഴുള്ള ഭാഷ ആയിരിക്കത്തില്ല, ഒരു രോഗാത്മാവിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അന്ധകാര ശക്തിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകും. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ ഒരു അനുഭവമാണ്. പല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയിൽ ചില അന്ധകാര ശക്തികൾ പോരാടുന്ന സമയത്ത് ദൈവം സഡൻലി നമ്മളെ എഴുന്നേൽപ്പിച്ച് സംസാരിക്കുന്ന, ഔട്ട് ഓഫ് കൺട്രോളിൽ സംസാരിക്കുന്ന ഭാഷകളുണ്ട്, നമ്മുടെ കൺട്രോളിൽ തന്നെ നിന്ന് സംസാരിക്കുന്ന ഭാഷകളുണ്ട്. അപ്പോൾ അത് വളരെ വിശദമായിട്ട് സംസാരിക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിന് എഡിഫിക്കേഷൻ, പല രീതിയിലാണ് ഇതിൻ്റെ എഡിഫിക്കേഷൻ നടക്കുന്നത്. വ്യക്തിപരമായ എഡിഫിക്കേഷൻ. അപ്പോൾ നാം ഈ ഒരു എഡിഫിക്കേഷൻ നമ്മുടെ വ്യക്തിപരമായ പ്രൈവറ്റ് ലൈഫിൽ മാത്രം ഒതുക്കി നിൽക്കരുത്. ഇത് നമ്മുടെ സഭകളിൽ നമ്മൾ എവിടെയൊക്കെ കൂടുന്നോ അത് നമ്മുടെ പബ്ലിക് ലൈഫിലും ഇതിനെ പ്രാക്ടീസ് ചെയ്യണം. കാരണം എഡിഫൈ ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഒരു സ്വാർത്ഥനായി തീരുവാനല്ല നാം ആഗ്രഹം. നമ്മെ എഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഈ ഭാഷ, ഇതിൻ്റെ അനന്ത സാധ്യതകൾ ഒരുപാടാണ്. ഇതിൻ്റെ സാധ്യതകൾ നമ്മളിൽ മാത്രം ഒതുക്കി നിർത്തുവാനല്ല നാം ഒരു സ്വാർത്ഥനായി തീരരുത്. ഇത് നമ്മുടെ സഭകളിൽ നാം എവിടെയൊക്കെ കൂടി വരുന്നോ, ഇപ്പൊ ഞാൻ എന്നെ തന്നെ എഡിഫൈ ചെയ്ത് ഞാൻ ആത്മശക്തി പ്രാപിച്ച് ഞാൻ എൻ്റെ റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനല്ല, എൻ്റെ സഭയിൽ ഞാൻ വരുമ്പോൾ ഞാൻ അവിടെയും ഇത് പ്രാക്ടീസ് ചെയ്യുവാനും അത് മറ്റുള്ളവരിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ. അപ്പൊ എനിക്ക് എഡിഫിക്കേഷൻ വന്നുവെങ്കിൽ, എനിക്ക് ആത്മീക വർധന വന്നുവെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും അത് പകരത്തക്ക രീതിയിൽ അല്ലെങ്കിൽ
സഭയിലും അതിനൊരു ആത്മീക വർധനയ്ക്ക് കാരണമായി തീരുവാൻ. അപ്പോൾ പ്രൈവറ്റ് ലൈഫിൽ അതിന് ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ തന്നെയാണ് പബ്ലിക് ലൈഫിൽ. അപ്പോൾ അതിന്റെ അനന്ത സാധ്യതകൾ ഒക്കെയും നമുക്ക് മറ്റുള്ളവരിലേക്കും ഇത് പകരുവാനിടയായി തീരും. അപ്പോൾ നാം നമ്മുടെ നിരന്തരമായ ജീവിതത്തിൽ നാം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് അന്യഭാഷകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാവിന്റെ നിയന്ത്രണത്തെ അന്നത്തെ ദിവസം നാം എന്ത് സംസാരിക്കണം, ഏത് വ്യക്തികളോട് എങ്ങനെ ഇടപെടണം, അതൊക്കെയും ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ഏൽപ്പിക്കുന്നെങ്കിൽ അതിന് വലിയൊരു ചേഞ്ച് നമുക്ക് കാണുവാനിടയായി തീരും. അതുപോലെ നമ്മുടെ ആ ദിവസം തീരുമ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് അന്യഭാഷകളാൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞാണ് നാം കിടക്കുന്നതെങ്കിൽ ദൈവം ചില സ്വപ്നങ്ങൾ നമുക്ക്, പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് വളരെ സമയമെടുത്ത് പ്രാർത്ഥിച്ച് കടന്ന ദിവസങ്ങളിൽ ദൈവം നൽകിയ ദർശനങ്ങളും സ്വപ്നങ്ങൾക്കും വ്യത്യാസമുണ്ട്. അതല്ലാതെ തിരക്ക് പിടിച്ച് കടന്ന സമയങ്ങളിൽ ചിലപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പലപ്പോഴും അതൊരു വലിയ, ഞാനത് ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ്, അതിനെ പരീക്ഷിച്ചിട്ടുള്ളവരാണ്. അന്യഭാഷകൾ ശക്തമായി പറഞ്ഞ് കിടന്നുറങ്ങിയ ദിവസങ്ങളിൽ ദൈവം നൽകി തന്ന ദർശനങ്ങളോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ വളരെ വാസ്തവികമായ ജീവിതവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലുള്ള ഒക്കെ പല കാര്യങ്ങളും സ്വപ്നങ്ങളിലൂടെ ദൈവം നൽകി തരും. ഇപ്പൊ സ്വപ്നങ്ങളുടെ തന്നെ കലവറ ഓപ്പൺ ചെയ്യുവാൻ, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ചിലപ്പോൾ പല ദിവസങ്ങളിൽ നാം കാണുന്ന സ്വപ്നങ്ങൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ മറന്നു പോകാനിടയായി തീരാറുണ്ട്, പലപ്പോഴും ഓർക്കാറില്ല. അതെന്താണ് അതിന് കാരണമെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ ഒരുപക്ഷെ നമ്മുടെ ആ എഡിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ആ ശക്തി അല്ലെങ്കിൽ പൂർണ്ണമായും ചോർന്നു പോയിട്ടുണ്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ശക്തമായി ആരാധിച്ച് അന്യഭാഷ പറഞ്ഞ് ഉറങ്ങിയാൽ, നാം ആഗ്രഹിച്ചാൽ സ്വപ്നങ്ങൾ ഓരോന്നും അത് എൻഡ് ടു എൻഡ് ഓർത്തിരിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ പിറ്റേ ദിവസം മറ്റൊരാളോട് പറയത്തക്ക രീതിയിൽ ദൈവം നമ്മളെ പ്രാപ്തികളായി തീരും. അതൊരു മറ്റൊരു വശം. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് അതല്ല. അന്യഭാഷകളുടെ ആ ഒരു നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യുന്ന ഈ അന്യഭാഷ നാം പ്രാക്ടീസ് ചെയ്യുക, അത് നമ്മുടെ സോളിനെ, പ്രാണനെ തണുപ്പിക്കുന്ന, അല്ലെ നമുക്കൊരു റെസ്റ്റോറേഷൻ ആവശ്യമാണെങ്കിൽ അവിടെയും അന്യഭാഷ നമ്മെ സഹായിക്കും. അതിനുവേണ്ടിയും കൂടിയാണ് ദൈവം നമുക്ക് ഈ അന്യഭാഷ നൽകിയിരിക്കുന്നത്. ഈ ഒരു വലിയ ഒരു സത്യം നാം മനസ്സിലാക്കണം. ഇതിനെ നാം പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ അനന്ത സാധ്യതകൾ വളരെ വലുതാണ്. അതിൻ്റെ സാധ്യതകൾ അത് നമ്മുടെ മിനിസ്ട്രിയിൽ ഒരു ബ്രേക്ക് ത്രൂവിന് ഒക്കെയും നമ്മളെ സഹായിക്കും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കും. അത് മറ്റുള്ളവരുടെ വേണ്ടി നമുക്ക് സുവിശേഷം നാം ശക്തിയോടെ പറയുവാനും നമ്മെ എഡിഫൈ ചെയ്യാനും, അതൊക്കെയാണ് അപ്പോസ്തലന്മാരൊക്കെയും, അവരൊക്കെ ആത്മാവിൽ നിറഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ, അനേകർ രക്ഷിക്കപ്പെടുന്നവർ, അനേകർ പത്രോസിന്റെ ഒറ്റ മീറ്റിങ്ങിൽ 1000 പേര് കർത്താവിനോട് ചേർന്നു എന്ന് നാം കാണുവാനിടയായിത്തീരുന്നു. അപ്പൊ ഇതൊക്കെ നടന്നത്, അവരെ അങ്ങനെ പ്രാപ്തരാക്കി തീർത്തത് ഈ അന്യഭാഷകളാൽ, ഈ വലിയ സാധ്യത അവരിൽ നിറച്ചത് കൊണ്ടാണ്. അപ്പം എൻ്റെ വചനങ്ങൾ ഇന്ന് ഈ തിരുവചനം ഇത്രത്തോളം പറയുവാൻ അവസരം തന്ന ദൈവദാസനെ ഓർത്ത് സ്തുതിക്കുന്നു. ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് നമ്മളുടെ ഇടയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. വളരെ ശക്തമായതിൻ്റെ സാധ്യതകളിലേക്ക് ജനത്തെ നയിക്കണം. നാം തിരിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ആ ഒരു അപ്പോസ്തലിക് മിനിസ്ട്രിയിലേക്ക് റെസ്റ്റോറേഷൻ നടക്കേണ്ടതിന് അതിലേക്ക് മടങ്ങിച്ചെന്ന്, എന്താണ് ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തർക്കും, നമ്മുടെ മിനിസ്ട്രിയിൽ ഇവിടെ ആയിരിക്കുന്ന പലരും തന്നെ മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടവരാണല്ലോ. അപ്പോൾ ആ ഒരു റെസ്റ്റോറേഷൻ, അപ്പോസ്തലന്മാരിൽ ഉണ്ടായ ആ ഒരു ദൈവപ്രവർത്തികൾ, അവരെ എന്താണ് അവരെ നയിച്ചത്, അവരെ എത്ര ശക്തിമാന്മാരാക്കി തീർത്തതിൻ്റെ പിന്നിലെ രഹസ്യം ഈ അന്യഭാഷയുടെ ശക്തിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വചനങ്ങളെ ഞാൻ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. പ്രത്യേകമായിട്ട് അന്യഭാഷയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് വരുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ മിക്കവാറും എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഇന്ന് കേട്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടു, നാവിനെ നിയന്ത്രിക്കുന്നവൻ സ്വന്തം ശരീരത്തെയും ജീവനെയും ഒക്കെ നിയന്ത്രിക്കുന്നു. എങ്ങനെയാണ് നാവിനെ നിയന്ത്രിക്കുന്ന? കർത്താവിൻ്റെ ദാസൻ പരിശുദ്ധാത്മാവിന് നമ്മുടെ നാവിനെ വിട്ടുകൊടുക്കുമ്പോഴാണ്
നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. ദൈവം നമ്മുടെ നാവിനെ നിയന്ത്രിക്കുമ്പോഴാണ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് അനുഗ്രഹമൊക്കെ ആയി തീരുന്നത്. നമുക്കറിയാം, അഗ്നി നാവുകളാണ് അന്ന് പ്രത്യക്ഷപ്പെട്ടത്. ആ പെന്തക്കോസ്ത് നാളിൽ അഗ്നി നാവുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ നാവിൻ്റെ മേൽ ദൈവം അധികാരം ഏറ്റെടുക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ മേലും ആ നാവിൻ്റെ മേലുള്ള അധികാരം ആ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത്. പിന്നീട് നമുക്ക് അറിയാം അവിടെ സംഭവിച്ചത് എന്താണെന്ന്. അവരെല്ലാം അവർക്കറിയാത്ത രീതിയിൽ അത്ഭുതകരമായിട്ടുള്ള ദൈവിക കാര്യങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി വിവിധ ഭാഷക്കാർക്ക് മനസ്സിലാകുന്ന പോലെയൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം ആ കർത്താവിൻ്റെ ശിഷ്യന്മാരൊക്കെ വളരെ ധൈര്യത്തോടു കൂടെയാണ് മഹാപുരോഹിതൻ്റെയും അധികാരികളുടെയൊക്കെ മുമ്പിൽ സംസാരിച്ചത്. അവർ സംസാരിച്ചപ്പോൾ തന്നെ ആ അധികാരികളും മഹാപുരോഹിതനും ഒക്കെ അതിശയിക്കുകയാണ്. ഇവർ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മുക്കുവരും അങ്ങനെയുള്ള ആളുകളാണല്ലോ, പിന്നീട് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ വളരെ ജ്ഞാനത്തോടുകൂടെ സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നതെന്ന് അവർ ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെ വലിയ വ്യത്യാസങ്ങളാണല്ലോ ജീവിതത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ശരീരത്തെയും ആത്മാവിനെയും ഒക്കെ നിയന്ത്രിക്കുവാനായിട്ട് ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. നമുക്കറിയാം, അന്യഭാഷ സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ആകമാനം നമ്മൾ കാണുന്നുണ്ട്. അന്യഭാഷയിൽ പൗലോസ് പറയണം, അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും ഇതൊക്കെ അനുകരിക്കുകയും സ്വയമായി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ കാണും. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ശക്തി അങ്ങ് കുറഞ്ഞു പോകുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ സ്വയമായിട്ട് കുറച്ച് കഴിയുമ്പോൾ സ്വയമായിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ദൈവത്തിൽ നിന്നല്ലെങ്കിൽ ഇതിനൊന്നും ശക്തി കാണത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇന്ന് കേട്ടതുപോലെ ആ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ, ആദിമ ശിഷ്യന്മാർ, അവർ എത്രമാത്രം ശക്തിയോടുകൂടെയാണ് പ്രവർത്തിച്ചത്. ആ ശക്തിയിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിന്ന് പ്രാപിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരൊന്നും ഉണ്ടാക്കി പറഞ്ഞതല്ല, അവരൊക്കെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അന്ന് വരെ കാണാത്തതായിട്ടുള്ള അതിശയങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിലൂടെ കാണുകയും അവരൊരു വാക്ക് പറയുമ്പോൾ തന്നെ ആളുകൾ സൗഖ്യമാകുകയും അവരുടെ നിഴലടിക്കുമ്പോൾ തന്നെ ആളുകൾ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. യഥാർത്ഥമായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി നമ്മെ തന്നെ ഒരുക്കാം. ഇപ്പോൾ രൺസിംഗ് രാജ് ബ്രദറെ പ്രാർത്ഥിച്ച് AK രാജൻ പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് പൂർണ്ണമാക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. പ്രത്യേകമായിട്ട് ഇന്ന് തിരുവനന്തപുരം സംസാരിച്ച ദൈവദാസനോടുള്ള സ്നേഹം നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് കർത്താവ് തുടർന്ന് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.